വെള്ളമിറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ദുരിതാശ്വാസ ഫയലുകൾക്ക് മാത്രം ചിറകുമുളയ്ക്കുന്നില്ല. അടിയന്തര സഹായമെന്ന് പേരിട്ട് പ്രഖ്യാപിച്ച തുക ചുവപ്പ് നാടയിൽ കുടുങ്ങി ഉദ്യോഗസ്ഥരുടെ മേശപ്പുറത്ത് ഉറങ്ങുകയാണ്. പ്രഖ്യാപനം വന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും ദുരിതബാധിതനായ ഒരാളുടെ അക്കൗണ്ടിലേക്ക് പോലും ആ 10,000 രൂപ എത്തിയിട്ടില്ല. കാലവർഷക്കെടുതിയിൽ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വിതരണം ചെയ്യുന്നതിൽ കാലതാമസമെടുക്കുന്നു. വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും അഭയം തേടിയ ആളുകൾക്ക് വീടുകൾ വൃത്തിയാക്കാൻ അനുവദിച്ച 10,000 രൂപ പോലും ലഭിച്ചിട്ടില്ല. റേഷൻ കാർഡ് ഒന്നിന് 10,000 രൂപ വീതം നൽകുമെന്ന ദുരന്ത നിവാരണ വകുപ്പാണ് ഉത്തരവിറക്കിയത്. പ്രഖ്യാപനം വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ദുരിതബാധിതരിൽ ഒരാൾക്ക് പോലും ഈ തുക ലഭിച്ചില്ലെന്നാണ് പരാതി. അടിയന്തര പ്രാധാന്യത്തോടെ നൽകേണ്ട തുക റവന്യൂ വകുപ്പിന്റെയും ബാങ്കുകളുടെയും സങ്കീർണമായ വെരിഫിക്കേഷൻ നടപടികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വില്ലേജ് ഓഫീസുകളിൽ നൽകിയ അപേക്ഷകളിൽ മേൽ നടപടികളിൽ വൈകുന്നതാണ് സഹായധനം വൈകാൻ കാരണമെന്നാണ് വിവരം. വെള്ളപ്പൊക്ക ദുരന്തമുണ്ടായ ഉടൻ തന്നെ സഹായമെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച സർക്കാരിന്റെ വാക്കുകൾ വിശ്വസിച്ച പാവപ്പെട്ട മനുഷ്യരാണ് ഇന്ന് കടുത്ത നിരാശയിലായിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക എത്തുമെന്നായിരുന്നു വാഗ്ദാനമെങ്കിലും നടപടികളെന്ന് പൂർത്തിയാക്കുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. റേഷൻ കാർഡ് ഇല്ലാത്തവരെ പരിഗണിക്കില്ലെന്ന സൂചനയും ആശങ്കയുയർത്തുന്നു. ചെറുകിട ഇടത്തര വാണിജ്യ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്കും അംഗീകൃത ഹോം സ്റ്റേകൾക്കും 10,000 രൂപ വീതം അടിയന്തര സഹായമായി നൽകുമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. ഇത് കടയുടമയ്ക്കാണോ വാടകക്കാരനാണോ ലഭിക്കുകയെന്ന് വ്യക്തമല്ല. വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുകാരുടെ കാര്യത്തിലും ഈ ആശയക്കുഴപ്പമുണ്ട്.